നിങ്ങൾ ആരെ വിശ്വസിച്ചാണ് ബാങ്കിൽ കൊണ്ടുപോയി കാശ് ഇടുന്നത്? നിങ്ങൾ ഇടുന്ന കാശ് സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ആവാറില്ലേ? ഇതിന്റെ പിന്നിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? കാശ്, പണം, തൊട്ട് വി കോൾ ഇറ്റ് ഫിയാറ്റ് കറൻസി. അതിന് പിന്നിലുള്ള കോംപ്ലക്സ് എക്കോണമിക്കൽ തിയറി നിങ്ങൾക്കറിയോ? അറിയാൻ വഴിയില്ല, കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും. റിയാലിറ്റി ഈസ് നോട്ട് വാട്ട് യു തിങ്ക് ഇറ്റ് ഈസ്. It is because the whole system is centralized, and I think that is why we need a decentralized monetary system. Luckily, fortunately, we have Bitcoin. ഇനി ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ you already know where do Bitcoin come from. So ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയമാണിത്. I'm leaving the link here for you to watch it again. But ഇതിൻ്റെ പിന്നിലൊരു മെക്കാനിസമോ ഇത് വർക്ക് ചെയ്യുന്ന രീതിയോ നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. So today we are going to discuss about how does Bitcoin actually works. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ വിത്ത് യുവർ ക്രിപ്റ്റോ പീപ്സ്. ഒരു കാര്യം കൂടി, സാധാരണ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ട് അതിന് പിന്നിലെ മെക്കാനിസം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഇതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ബട്ട് വാച്ച് ദിസ് വീഡിയോ ഇഫ് യു ആർ എൻ ഇൻവെസ്റ്റർ, ട്രേഡർ, ക്രിപ്റ്റോ എന്തൂസിയസ്റ്റ് or ഒരു സാധാരണ മലയാളി who wants to secure his future through knowledge and become a crypto geek. This is Mirzad and you're watching Crypto Tribe. തൽക്കാലം ബിറ്റ്കോയിൻ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. തൽക്കാലം ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇങ്ങോട്ട് വാ. ലെറ്റ്സ് സേ എൻ്റെ അക്കൗണ്ടിൽ 1,00,000 രൂപയുണ്ട്, ഇവൻ്റെ അക്കൗണ്ടിലും 1,00,000 രൂപയുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ ഞാൻ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ അക്കൗണ്ടിൽ 50,000 രൂപയും ഇവൻ്റെ അക്കൗണ്ടിൽ 1,00,000 രൂപയും റിഫ്ലക്ട് ചെയ്യും. ഈ ഡാറ്റ എല്ലാം സൂക്ഷിക്കുന്ന കണക്ക് പുസ്തകത്തെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുക. സോ ബേസിക്കലി ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ബാങ്കിങ്ങും ട്രാൻസാക്ഷൻസും എല്ലാം ഇതുപോലെയുള്ള ലെഡ്ജറിലാണ് നോട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദ വേൾഡ് റൺസ് ഓൺ ലെഡ്ജേഴ്സ്. നീ എന്താ ഇരിക്കുന്നത്? പോയ ഈ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും കറന്റ്ലി ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. കറണ്ട് സിനാരിയോയിലെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജസും അത് തന്നെയാണ്. അത് കൂടാതെ ക്യാഷ് ട്രാൻസ്ഫറിംഗിന്റെ ഓരോ സ്റ്റേജിലുമുള്ള സെൻട്രൽ അതോറിറ്റിയുടെ കൺട്രോൾ, റിസ്ക് ഓഫ് ഇൻഫ്ലേഷൻ, പലപ്പോഴുമുള്ള ഇൻഎഫിഷ്യൻസി ടു ഹാൻഡിൽ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് വരുമ്പോഴുള്ള ഡിലേ, ആൻഡ് ഓഫ് കോഴ്സ് സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് മച്ച് മോർ. എന്നാൽ പോലും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ കറണ്ട് ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെയാണ്. ബിക്കോസ് ദർ ആർ നോ അതർ ഓപ്ഷൻ. But the truth is, there are options which is even safer and secure than the existential financial system, which is the blockchain. Now we're going to talk about how does Bitcoin actually works. ബിറ്റ്കോയിൻ്റെ ആക്ച്വൽ പർപ്പസ് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക, വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക എന്ന കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ സപ്പോർട്ട് ഇല്ലാതെ ബോർഡർലെസ് ട്രാൻസാക്ഷൻ നടത്തുക എന്നുള്ളതാണ് ബിറ്റ്കോയിൻ്റെ പർപ്പസ്. ഇത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഒരു റീസൺ ചിലപ്പോൾ ഇതിന് ടെക്നോളജി ആൾക്കാർ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്താണെന്നോ ഇതിന് പിന്നിലെ മെക്കാനിസം എന്താണെന്നോ വ്യക്തമായൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. I'll tell you something. എല്ലാവരുടെ കയ്യിലും ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസോ ടെക്നോളജിയോ നമ്മൾ അറിയണം എന്നൊരു നിർബന്ധമില്ല ബാങ്ക് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഉപയോഗിക്കാനായിട്ട് ഇതിന് പിന്നെ ടെക്നോളജി നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതിലേക്ക് വരാം എന്ന് ആലോചിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ബട്ട് I'll help you to understand all these method and technology behind it. ബാങ്കിലെ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഒരു ലെഡ്ജറിലാണ്. അത് ആർക്കും തന്നെ പുറമെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്രൈവറ്റ് ലെഡ്ജർ. എന്നാൽ ബിറ്റ്കോയിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബിക്കം എ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ. ഈ ഒരു ലെഡ്ജറിന്റെ സഹായത്തോടെയാണ് ഫ്രോഡ് ഇവന്റ്സ് ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്നത്. ആര് വഴി? നോഡ് ഓപ്പറേറ്റേഴ്സ്, വാലിഡേറ്റേഴ്സ്, സോ കോൾഡ് മൈനേഴ്സ്. ലാസ്റ്റ് വീഡിയോയിൽ സംസാരിച്ച പോലെ തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ സഹായം ഇല്ലാതെ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഈ വക ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് മോർ സെക്യൂർ, മോർ സേഫർ ആൻഡ് ഫാസ്റ്റർ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ബിറ്റ്കോയിനെ സഹായിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്പർ 1 ക്രിപ്റ്റോഗ്രാഫി ആൻഡ് നമ്പർ 2 ബ്ലോക്ക്ചെയിൻ ടെക്നോളജി. ബിറ്റ്കോയിൻ അഥവാ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടക്കുന്നത്
PDL വഴിയാണ് നമ്മൾ സംസാരിച്ചു. സോ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ദർ ആർ 4 ഫ്രണ്ട്സ്, ദാമു, രാമു, ശശി, സോമൻ. ഈ 4 പേരും അവരവരുടെ എക്സ്പെൻസുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതും എഴുതി വെക്കുന്നതും ഒരു ലെഡ്ജർ ബുക്കിലാന്ന് വിചാരിക്കാം. ഇപ്പോൾ ദാമുവിന് 100 കൊടുക്കാനുണ്ട്, സോമൻ ശശിക്ക് ഒരു 50 രൂപ കൊടുക്കാനുണ്ട്. എല്ലാ ദിവസവും അവരുടെ കണക്കുകൾ ഈ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. എല്ലാ മാസവും ആഴ്ചയിലും ഒക്കെ ആയിട്ട് ഈ കണക്കുകൾ അവർ ടാലിയാക്കുന്നു. ഇതൊരു പബ്ലിക് ലെഡ്ജർ ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ള തുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളറിയാതെ എഴുതി വെക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹിയർ കംസ് ദ ക്രിപ്റ്റോഗ്രാഫി. The word crypto in cryptocurrency stands for cryptography, which is a method of using encryption and decryption to secure the data and prevent third parties or the public from reading the private messages. അതായത് ക്രിപ്റ്റോഗ്രാഫിയുടെ സഹായത്തോടെ ഇവർ ഓരോരുത്തർക്കും ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ ബട്ട് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. ദാമുവിൽ നിന്ന് 50 രൂപ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ദാമു ആ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്തതായിട്ട് സൈൻ ചെയ്യണം. റിയൽ വേൾഡിൽ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ കോപ്പി ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ കോപ്പി ചെയ്യാൻ കഴിയുമല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ തെറ്റി. ഒരു കമ്പ്യൂട്ടറിന് പോലും സാധ്യമാകാത്ത കാര്യം. ഇവിടെയാണ് പബ്ലിക് കീയുടെയും പ്രൈവറ്റ് കീയുടെയും ഒക്കെ ആവശ്യകത വരുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയങ്ങളാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി പ്രൈവറ്റ് കീ ഒരു സീക്രട്ട് കീ ആണെന്നും അത് ആരുമായി ഷെയർ ചെയ്യാൻ പാടില്ല എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മേൽ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കേസിൽ അത് കോപ്പി ചെയ്യാലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നോ തന്നെയാണ്. Because handwritten signatures are much similar in every cases, but digital signatures are much stronger and they keep changing for every messages. അതായത് ഓരോ ട്രാൻസാക്ഷൻസിനും ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. 0s and 1s മാത്രം വരുന്ന around 256 bits ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. If somebody wants to guess the digital signature, he or she has to guess every possibilities, like around 4 billion. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസും എത്രത്തോളം സെക്യൂർ ആണെന്നുള്ളത് മനസ്സിലായി കാണും. സോ ഒരു സെൻഡർ അയക്കുന്ന എൻക്രിപ്റ്റഡ് മെസ്സേജ് ഒരു റിസീവർക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ മേൽപ്പറഞ്ഞ മെസ്സേജ് പ്ലസ് പ്രൈവറ്റ് കീസ് ഈക്വൽ ടു ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇവിടെ നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരാളുടെ കയ്യിൽ എത്ര ബിറ്റ് കോയിൻ ഉണ്ടെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ വളരെ വിസിബിൾ ആണ്. ബിക്കോസ് ബ്ലോക്ക് ചെയിൻ ഇസ് ട്രാൻസ്പാരന്റ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ബിറ്റ് കോയിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ശരിക്കും ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? How does Bitcoin actually works? Here comes the blockchain technology. മുകളിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. 4 സുഹൃത്തുക്കൾ അവരുടെ എക്സ്പെൻസുകൾ 4 സ്പ്ലിറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ പീപ്സ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഗോഡ് സ്പീഡ്.